പ്രണയവർണ്ണങ്ങൾ. രചന, അവതരണം മിത്രവിന്ദ. അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു തീരുമാനമുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. അമ്മേ, ആ കുട്ടി അമ്മയോട് സത്യത്തിൽ എന്താ പറഞ്ഞത്? വീണ്ടും ദേവിയോട് ചോദിച്ചു. അത് മോളെ, ഞാനും അച്ഛനും കണ്ണൻ മോനും കൂടി അവിടെ ചെന്നു. അവളുടെ അച്ഛനും അമ്മയും നല്ല നീരസത്തിലായിരുന്നു. ഞങ്ങൾക്ക് ആ കുട്ടിയോട് സംസാരിക്കണം, എന്നിട്ട് പെട്ടെന്ന് പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് അച്ഛനും ഞാനും കൂടി അവരുടെ വീട്ടിലേക്ക് ചെന്നു. ആ കുട്ടി അവളുടെ മുറിയിലായിരുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അവളുടെ അമ്മയും കൂടെ വന്നു. ഞങ്ങൾക്ക് കുടിക്കുവാൻ എന്തെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞ് അവൾ അമ്മയെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാനിപ്പോൾ അവളോട് ചോദിച്ചു, മോളും ഹരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഹരിയെ ഇഷ്ടമാണ്, അവനെ ജീവന് തുല്യമാണ് സ്നേഹിക്കുന്നത്, ഹരിയില്ലാതെ അവൾക്കൊരു നിമിഷം പോലും പറ്റില്ലെന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അവളുടെ അമ്മ ആ മുറിയിലേക്ക് വന്നത്. അവൾ അവരെ എല്ലാവരെയും ചതിച്ചു. മനഃപൂർവ്വം അവൾ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചു. അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും മാനം പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മ അവൾക്കിട്ട് അടിയൊക്കെ കൊടുത്തു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ അച്ഛനും വന്നു. അച്ഛനും ആ കുട്ടിക്കിട്ട് അടി കൊടുത്തു. കരഞ്ഞ് തളർന്നിരിക്കുന്ന ആ പാവം പെൺകുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല മക്കളെ. അച്ഛൻ ഈ ബന്ധത്തിന് സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇനി എന്ത് ചെയ്യും? അത് പിന്നെ അമ്മേ, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇവനാ കുട്ടിയോട് ആത്മാർത്ഥമായ സ്നേഹമൊന്നുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അച്ഛനിതിപ്പോൾ ഇവിടെ പറയില്ല. അച്ഛൻ ഇവൻ്റെ മനസ്സറിയാം. ഇവൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ? അമ്മ വിഷമിക്കാതെ. കണ്ണൻ അമ്മയെ സമാധാനിപ്പിച്ചു. ദേവി. ഗോപിനാഥ് മുറിയെന്ന് വിളിക്കുന്നത് കേട്ട് ശ്രീദേവി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ഞാനാണെങ്കിൽ ആ കുട്ടിയുടെ ഫോൺ നമ്പർ വരെ മേടിച്ചോണ്ടാണ് വന്നത്. വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ പൂർണ്ണത്രയീശ? തന്നെത്താൻ പെറുപെറുത്തുകൊണ്ട് അവർ നടന്നുപോയി. നീലിമേ, ഊണെടുക്ക്, വല്ലാണ്ട് വിശക്കുന്നു. കണ്ണനും മുറിയിലേക്ക് പോയി. പറഞ്ഞു പറ്റിക്കാനായിരുന്നെങ്കിൽ എന്തിനാ ഹരി നീ ആ കുട്ടിക്ക് ആശ കൊടുത്തത്? ഇതിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. വെറുതെ അവൾ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് അടിയും മേടിച്ചില്ലേ? ഏടത്തി പ്ലീസ്, ഏടത്തിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്താണ് നിനക്ക് അവളെ ഇഷ്ടമല്ലേ? വെറുമൊരു ടൈം പാസ് ആയിരുന്നോടാ. നീലിമേ. കണ്ണൻ വീണ്ടും വിളിച്ചപ്പോൾ നീലിമ വേഗം തന്നെ ഹരിയുടെ അടുത്തുനിന്ന് പോയി. ഹരി തൻ്റെ മുറിയിലേക്ക്, തൻ്റെ ചാരുകസേരയിലേക്ക് അവൻ പോയിരുന്നു. കൈകൾ രണ്ടും നെറ്റിയിൽ പിണച്ചു. കണ്ണുകൾ അടച്ചുകൊണ്ടാണ് അവൻ ഇരിക്കുന്നത്. അവൾ പറഞ്ഞതൊക്കെ സത്യമാണോ? അവൾക്ക് തന്നെ ഇഷ്ടമാണോ? അതോ അവൾ വെറുതെ നാടകം കളിക്കുകയാണോ? നടന്ന കാര്യങ്ങളൊക്കെ അവൾ തുറന്നു പറയുമെന്നാണ് താൻ കരുതിയത്. അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ദേഷ്യപ്പെടുമെന്നും അവരോട് നൈസായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കാം എന്നൊക്കെയായിരുന്നു പ്രതീക്ഷകൾ. ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഇനി അവൾ തന്നോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യാനാണോ? ഏയ്, അതിന് വഴിയില്ല. കാരണം അത്രയ്ക്ക് ധൈര്യമുണ്ടോ അവൾക്ക്? എൻ്റെ ഗൗരിക്കുട്ടി, നീ ഈ ഹരിയേട്ടനെ വല്ലാതെ കഷ്ടപ്പെടുത്തുമല്ലേ? പക്ഷേ അവളുടെ മനസ്സറിയാനും പറ്റുന്നില്ല. തനിക്ക് അവളെ മതിയെന്ന് എല്ലാവരോടും പറയാനിരുന്നതാണ്. അപ്പോഴാണ് അമ്മ ഇങ്ങനെയെല്ലാം പറഞ്ഞത്. എല്ലാം അറിയണമെങ്കിൽ ഗൗരിയെ നേരിൽ കാണണം. ഹരി ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. അവൻ ഒന്നുകൂടെ കോൾ ചെയ്തു. ഹലോ എടാ ഹരി. ഹരി തൻ്റെ സംശയം അവനോട് ചോദിച്ചു. ഇല്ല ഹരി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറയാനുള്ളൊരു അവസരം കിട്ടിയില്ല, അതാണ്. ഇനി നീ ഒന്നും പറയണ്ട. അത് നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. ഹരി ഫോൺ കട്ട് ചെയ്തു. ഇനി അവൾ എന്തെങ്കിലും പ്രതികാരം ചെയ്യാനാണോ? അമ്മിണി ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? വരട്ടെ, നോക്കാം. പെട്ടെന്നാണ് അവൻ അമ്മ പറഞ്ഞ കാര്യം ഓർത്തത്. അവളുടെ ഫോൺ നമ്പർ മേടിച്ചോന്ന്. എങ്ങനെയെങ്കിലും അമ്മയുടെ ഫോണിൽ നിന്നും നമ്പർ അടിച്ചു മാറ്റണം. എന്നിട്ട് അവളെ നേരിട്ട് വിളിക്കാം. അവസാനം അവൻ അങ്ങനെ തീരുമാനിച്ചു. അവളുടെ സ്റ്റാൻഡ് അറിഞ്ഞിട്ട് വേണം അച്ഛനോട് സംസാരിക്കാൻ. താൻ സ്നേഹമില്ലാത്തവനും ആത്മാർത്ഥതയില്ലാത്തവനും ചതിയനുമൊക്കെയാണെന്ന് എല്ലാവരുടെയും മനസ്സിൽ. അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു. എല്ലാം എൻ്റെ ഗൗരിക്കുട്ടിക്ക് വേണ്ടിയല്ലേ? ഈ സമയത്ത് ദേവിയാണെങ്കിൽ ഭർത്താവിനോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. ഗൗരിയെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ മകൻ്റെ ഭാര്യയെ കൊണ്ടുവരുന്നതിനോട് ചേട്ടന് യോജിപ്പില്ലായിരുന്നോ?
ഇല്ലായിരുന്നെങ്കിൽ അത് അപ്പോഴേ എന്നോട് പറയണ്ടേ. ഞാൻ ഇനി ആ കുട്ടിയോട് എന്തു പറയും? അവളാണെങ്കിൽ എൻ്റെ ഫോൺ കോളും പ്രതീക്ഷിച്ചിരിക്കുവാകും. ആകെ കുഴപ്പമായല്ലോ. നല്ലൊരു പെൺകുട്ടിയായിരുന്നു. എനിക്കവളെ ഒരുപാട് ഇഷ്ടമായിരുന്നേട്ടാ. ഇനി എന്ത് ചെയ്യും? ദേവി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ഇവിടുന്നും അല്ലേ? ഞാൻ എത്ര നേരമായി പറയുന്നു. അയാൾ ഫോണിൽ നോക്കി ഇരിക്കുന്ന കണ്ട് ദേവിക്ക് ദേഷ്യം വന്നു. എന്താ ദേവി, നീ എന്തെങ്കിലും പറഞ്ഞോ? ദേ മനുഷ്യ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളോടല്ലേ ഞാനിതൊക്കെ പറഞ്ഞത്? എന്ത്? ഗൗരിയുടെ കാര്യം. ഗൗരിയോ? ഏത് ഗൗരി? ദേവി അയാളെ കനപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. ഗോപിനാഥൻ വീണ്ടും ഫോണിൽ നോക്കിക്കിടന്നു. അടുക്കളയിൽ നീലിമയും അമ്മണി ചേച്ചിയും കൂടി ചൂട് പിടിച്ച ചർച്ചയിലാണ്. അച്ഛൻ സമ്മതിക്കാതെ ഒന്നും നടക്കില്ല അമ്മണിയമ്മേ, അത് ഉറപ്പാ. പക്ഷെ കുഞ്ഞെ, വേറൊരു കാര്യം കൂടിയുണ്ട്. ഹരിക്കുഞ്ഞും ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഇനി അവൻ്റെ ഉള്ളിൽ എന്താണാവോ? അച്ഛൻ പറഞ്ഞ പോലെ ഇനി ആ കുട്ടിയുടെ തന്ത്രം എന്തെങ്കിലും ആണോ? ഹരി പറയാതെ നമ്മൾ... എന്താ നിലിമേ, നിങ്ങൾ എന്താ പറയുന്നേ? അമ്മേ, ഞങ്ങൾ ഗൗരിയുടെ കാര്യം പറയുമായിരുന്നു. അച്ഛൻ എന്തു പറഞ്ഞു അമ്മയോട്? ഒന്നും പറഞ്ഞില്ല മോളെ. അച്ഛൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നു പോലുമില്ല. അമ്മ ഹരിയോട് ചോദിച്ചു നോക്കിക്കേ. ഞാൻ ഇനി ആരോടും ഒന്നും ചോദിക്കുന്നില്ല. അവന് താല്പര്യമില്ലെങ്കിൽ പോട്ടെ, പിന്നെ എന്തു പറയാനാ? വെറുതെ ഞാൻ അവിടെ വരെ പോയി. അമ്മ പറയുന്നത് ശരിയാ. അച്ഛനെ ബന്ധം താല്പര്യമില്ല. ഹരിയാണെങ്കിൽ ഒരു മറുപടി പോലും പറഞ്ഞതുമില്ല. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. അമ്മണിയമ്മയും അത് കേട്ടപ്പോൾ തലകുലുക്കി. ദേവിക്ക് മാത്രം എന്തോ ഒരു വേദന തന്നെ അടക്കി വാഴുന്നത് പോലെ തോന്നി. ചുരുങ്ങിയ സമയം കൊണ്ട് താൻ ആ കുട്ടിയെ അത്രമാത്രം സ്നേഹിച്ചു പോയെന്ന് അവർക്ക് മനസ്സിലായി. എന്തായാലും നമുക്ക് വിധിച്ച കുട്ടിയാണെങ്കിൽ അവൾ ഇവിടെ വരും മോളെ. അല്ലെങ്കിൽ പോട്ടെ, അച്ഛൻ പറയുന്ന പോലെ ഇവിടുത്തെ സ്റ്റാറ്റസിന് ചേരുന്ന ബന്ധം അച്ഛൻ കൊണ്ടുവരട്ടെ. അപ്പോഴാണ് ജാനകിയമ്മ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത്. ആ ദേവി വന്നോ? എന്നിട്ടെന്തേ എന്നെ ആരും വിളിച്ചില്ല? ഞാനിപ്പോൾ ഇങ്ങ് വന്നതേ ഉള്ളൂ അമ്മേ. വന്ന് ഡ്രസ്സ് മാറിയ സമയമായിട്ടുള്ളൂ. നീലിമേ, കുഞ്ഞെന്തിയെ? കണ്ണേട്ടനുമായിട്ട് ഉറങ്ങുവാണമ്മേ. ശരി ശരി. ദേവി പോയിട്ട് എന്തായി? ആ കുട്ടി എന്ത് പറഞ്ഞു? കേട്ടതൊക്കെ സത്യമാണോ? അവർ ഒരു കസേര വലിച്ചിട്ടുകൊണ്ട് ദേവിയുടെ അടുത്തേക്കിരുന്നു. അത് പിന്നെ അമ്മേ, നടന്ന കാര്യങ്ങളൊക്കെ അവർ വീണ്ടും ആവർത്തിച്ചു. എനിക്കറിയായിരുന്നു ഹരിക്കുട്ടൻ ഇതി മനസ്സറിവുണ്ടെന്ന്. കള്ളൻ ഒന്നും അറിയാത്ത പോലെ അവർ ഊറി ചിരിച്ചു. ആ കുട്ടി എങ്ങനെയുണ്ട് ദേവി കാണാനൊക്കെ? പിന്നെ ഹരിയല്ലേ ആള്. അപ്പം നമുക്ക് ഊഹിക്കാം കുട്ടി എങ്ങനെ ഉണ്ടെന്ന്. അതും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ചിരിച്ചു. ആ കുട്ടിയെ അമ്മ അറിയും. ദേവി അത് പറയുകയും നീലിമയും അമ്മണിയമ്മയും ദേവിയെ നോക്കി. മുത്തശ്ശി അറിയോ? അതെങ്ങനെ? ജാനകിയമ്മയെ ആകാംക്ഷയോടെ അവരെ നോക്കി. അത് ഒരുപാട് നാളത്തെ പരിചയമൊന്നും അല്ല മോളെ. ഇന്ന് കാലത്തെ ഞാനും അമ്മയും അമ്പലത്തിൽ പോയപ്പോൾ കണ്ട ആ കുട്ടിയാണ്. അമ്മ ഓർക്കുന്നില്ലേ? ഏത്? ആ മുടിയുള്ള കുട്ടിയാണോ ഇന്ന് കാലത്തെ കണ്ട? അതെ അമ്മേ, അത് തന്നെ ആള്. ശിവ ശിവ, കൊള്ളാലോ. ഞാനിന്ന് പറഞ്ഞതേ ഉള്ളൂ ഹരിക്കുട്ടന് ചേരൂന്ന്. ഇതെങ്ങനെ ഒത്തുവന്നു? എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ കുട്ടിയെ. മുത്തശ്ശി വാതോരാതെ പറഞ്ഞു. അവരുടെ കണ്ണിലെ തിളക്കം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഗൗരി അത്രത്തോളം അവരിൽ സ്വാധീനം ചെലുത്തിയെന്ന്. ഗോപിക്ക് ഇഷ്ടമായില്ലേ അവളെ? അറിയില്ലമ്മേ, ഏട്ടൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. ഹരിയും ഒരു മറുപടി പറഞ്ഞില്ല. അതെന്താ? അവരന്താളിച്ചു. ആ കുട്ടി തട്ടിപ്പുകാരിയാണെന്ന്, വലിയ വീട്ടിലെ ആണുങ്ങളെ കയറി പ്രേമിക്കുന്നതാണെന്നൊക്കെയാണ് ഗോപിയേട്ടൻ പറയുന്നത്. ഹരിയോ? അവനൊന്നും പറഞ്ഞില്ല ഈ നിമിഷം വരെ. ആത്മാർത്ഥമായിട്ടാണ് അവൻ സ്നേഹിച്ചതെങ്കിൽ അച്ഛനോട് അവൻ എന്തെങ്കിലും പറഞ്ഞേനി. ഇതൊന്നും അവൻ മിണ്ടിയില്ല. നീ ഹരിയെ ഇങ്ങ് വിളിക്ക്, എൻ്റെ മുറിയിലേക്ക് വരാൻ പറ. ഞാനൊന്നും പറയുന്നില്ല അമ്മിണി, ഞാൻ ഹരിയെ വിളിക്കുന്നു എന്ന് പറയേ. അവർ തൻ്റെ മുറിയിലേക്ക് പോകാനായി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അമ്മിണിയമ്മ അപ്പോൾ തന്നെ ഹരിയെ വിളിക്കാനായി പോയി. ഹരിക്കുഞ്ഞേ, ദേ മുത്തശ്ശി വിളിക്കുന്നു. ഫോണിൽ എന്തോ നോക്കി കിടക്കുകയാണ് ഹരി. എന്തിനാണ് അമ്മിണിയമ്മേ? അവൻ എഴുന്നേറ്റുകൊണ്ട് വാതിൽക്കലേക്ക് വന്നു. അറിയില്ല കുഞ്ഞെ. കുഞ്ഞെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അമ്മിണിയമ്മയ്ക്ക് എന്ത് വേണേലും ചോദിക്കാമല്ലോ, അതിന് മുഖവുരേടിയൊന്നും ആവശ്യമില്ല.
അത് കുഞ്ഞെ വേറൊന്നുമല്ല, ഗൗരിയെ കുഞ്ഞിന് ഇഷ്ടമല്ലേ? അവനതിന് മറുപടിയൊന്നും പറയാതെ അവരെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ കുഞ്ഞാ കുട്ടിയെ കൂടെ കൂട്ടണം. കാരണം അവളൊരു പാവമാണ്. എനിക്കവളെ ചെറിയ പ്രായം മുതലേ അറിയാം. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല. അവൾ അത്തരക്കാരിയല്ലായിരുന്നു. ഇതെനിക്കിപ്പോഴും വിശ്വാസം പോലും ആയിട്ടില്ല. പിന്നെ കുഞ്ഞിനെയാണല്ലോ അവൾ സ്നേഹിച്ചത്. അതോർത്തപ്പോൾ അമ്മിണിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് അവളെ ഇഷ്ടമാണെങ്കിൽ കുഞ്ഞിവിടെ കാര്യം പറയണം. എല്ലാ അശ്വതി നാളിലും അവൾ മുടങ്ങാതെ അമ്പലത്തിൽ പോകുന്നതാ. ദേവി അവളെ കൈവിടിയില്ല. കുഞ്ഞിനെ അതും പറഞ്ഞുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെയൊന്നും ഈ ഹരി കൈവിടിയില്ല അമ്മിണിയമ്മ അവളെ. അഥവാ അവൾ വേറൊരുത്തിന് സ്വന്തമാകണമെങ്കിൽ ഈ ഹരി ഇല്ലാതാവണം. മുത്തശ്ശി, ആ നീ ഊണ് കഴിച്ചോ മോനെ? ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചത്? ഇത് അമ്മിണിയമ്മയോട് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ? പോരാ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ഇനി അടുത്ത് വാടാ. അവൻ ബെഡിലിരിക്കുന്ന മുത്തശ്ശിയുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. കൊട്ടൻ ചുക്കാതിയുടെ മണം അവൻ്റെ നാസികയിലേക്ക് അടിച്ചു കയറി. എന്താണ് ആ കുട്ടിയുടെ പേര്? ഏത്? അവനത് ചോദിക്കുകയും അവർ അവൻ്റെ ചെവിയിൽ ഒന്ന് പിടിച്ചു തിരുമ്മി. ആ, മുത്തശ്ശി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. എന്താണ് അവളുടെ പേരെന്താ? പിന്നെ മുത്തശ്ശി ഒന്നും അറിയാത്ത പോലെ. എനിക്കറിയില്ല, നീ പറയ. ഗൗരി. ഗൗരി. ഏതുവരെ പഠിച്ചു? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു ഈണത്തിൽ അവർ ചോദിച്ചു. മുത്തശ്ശിക്ക് എന്തൊക്കെ അറിയണം? നീ പറയടാ. ഞാനതൊന്നും തിരക്കിയില്ല. പിന്നെ നീ എന്താ തിരക്കിയത്? ഞാൻ അവളെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. കുടുംബമൊന്നും തിരക്കിയില്ല. ആ, അങ്ങനെ വരട്ടെ. അവർ അവൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ടിരുന്നു. നിനക്കവളെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ കുട്ട? അവളെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടുമോ? അതോ നേരുമ്പോൾ കാണോ? എൻ്റെ മരണത്തിൽ നിന്നല്ലാതെ എനിക്കവളെ പിരിയാൻ പറ്റില്ല മുത്തശ്ശി. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹിക്കുന്നത് അവളെയാണെന്ന് പറഞ്ഞാൽ മുത്തശ്ശി എന്നോട് പിണങ്ങുമോ? അത് കേട്ടതും മുത്തശ്ശി ഉറക്കെ ചിരിച്ചു. ഞാൻ പിണങ്ങാനോ? അതങ്ങനെയാണ് വേണ്ടത്. എനിക്കവളെ അത്രയ്ക്ക് ബോധിച്ചു മോനെ. മുത്തശ്ശി എങ്ങനെ കണ്ടവളെ? ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് അവൾ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. നീ പറഞ്ഞിട്ടില്ലേ അവൾ വന്നത്? അത് പിന്നെ ഞാനോ? അല്ല മുത്തശ്ശി. എടാ, നീ ഇനി കള്ളത്തരം പറഞ്ഞുണ്ടല്ലോ. നീ പറഞ്ഞിട്ട് അവൾ വന്നത് നിന്നെ കാണാൻ, ഞങ്ങളെ ഒക്കെ കാണാൻ. നിർത്തിക്കൂടെ നിൻ്റെ അഭിനയം? ഹരി മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറിപ്പോയതും പിന്നാലെ വന്ന് പതുങ്ങി നിൽക്കുകയാണ് ദേവി, ഒപ്പം നീലിമയും. അവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയുവാനായി. അമ്മയെ എടുത്തേയും കണ്ട് ഹരി ഞെട്ടിപ്പോയി. അവൻ മുത്തശ്ശിയുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താടാ, നിൻ്റെ നാവിറങ്ങിപ്പോയോ? നിൻ്റെ വായിൽ നിന്ന് ഇതൊന്ന് കേൾക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. മര്യാദയ്ക്ക് അച്ഛനോട് പോയി തുറന്ന് സംസാരിച്ചോ. എന്നിട്ട് ഏറ്റവും നല്ല ദിവസം നോക്കി കല്യാണം നടത്തണം. ദേവി പറഞ്ഞു. അത് പിന്നെ അമ്മേ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാം. അമ്മ, എനിക്ക് 2 ദിവസത്തെ സമയം തരണം. അതുവരെ അച്ഛനോട് ഈ കാര്യം ഒന്നും മിണ്ടണ്ട. ഇനി എന്താ ഹരി നിനക്ക് സംസാരിക്കാനുള്ളത്? അമ്മേ, അതൊക്കെ ഞാൻ പറയാം. 2 ദിവസം, 2 ദിവസം. അതിനുള്ളിൽ ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കും. ഇനി എന്താണ് നിൻ്റെ തീരുമാനം? അതൊക്കെ ഉണ്ട് എൻ്റെ ദേവിക്കുട്ടി. ഒരു ബിഗ് സർപ്രൈസ്. ഓക്കെ? അതും പറഞ്ഞുകൊണ്ട് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നീലിമ അവനെ നോക്കി അർത്ഥഗർഭമായി ഒന്ന് തലയാട്ടി. അവൻ ഒരു കണ്ണടച്ച് കാണിച്ച് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഒരു മഴ പെയ്തു തോർന്ന പോലെ ഒരു കുളിര് വന്ന് പൊതിഞ്ഞതായി ഹരിക്ക് തോന്നി. മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടവൻ അച്ഛൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. പെട്ടെന്ന് മുഖം വെട്ടിച്ച് അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി. തുടരും.